വിശദമായ വാർത്തയിലേക്ക്. കാസർഗോഡ് ഉദുമ പള്ളത്ത് ബൈക്കിൽ മിനി ലോറി ഇടിച്ച് 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ജംഷീർ, മുഹമ്മദ് ഷിബിൽ എന്നിവരാണ് മരിച്ചത്. ISL ഫൈനൽ മത്സരം കാണാൻ ഗോവയിലേക്ക് പോവുകയായിരുന്നു ഇവർ. പുലർച്ചെ 5:30-ഓടെയാണ് അപകടം. മലപ്പുറം ചെറുകുന്ന് അഞ്ചുകണ്ടൻ സ്വദേശി മുഹമ്മദ് ഷിബിൽ, പള്ളിത്തൊടി സ്വദേശി ജംഷീർ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 5:30-ക്ക് ഉദുമ പള്ളത്ത് സംസ്ഥാന പാതയിൽ ഇവർ സഞ്ചരിച്ച ബൈക്കിൽ മിനി ലോറി ഇടിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് ബൈക്കിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഹൈദരാബാദ് FC-ക്ക് വേണ്ടി കളിക്കുന്ന മലയാളി താരം അബ്ദുൾ റബീഹിന്റെ പിതൃസഹോദരന്റെ മകനാണ് മരിച്ച മുഹമ്മദ് ഷിബിൽ. റബീഹാണ് ഫൈനൽ മത്സരം കാണുന്നതിനായി ഇവർക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് ഹൈദരാബാദ് FC താരം അബ്ദുൾ റബീഹിന്റേതാണ്. രാത്രി 11 മണിയോടെയാണ് 7-അംഗ സംഘം മലപ്പുറത്തു നിന്നും ഗോവയിലേക്ക് യാത്ര തിരിച്ചത്. 5 പേർ കാറിലും 2 പേർ ബൈക്കിലുമായിരുന്നു. പുലർച്ചെ മഴയെ തുടർന്ന് ഇവർ വഴിയിൽ വിശ്രമിച്ചു. മഴ മാറിയ ശേഷം യാത്ര തുടരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ ഈ സമയം തലപ്പാടിയിലെത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ ഫോണിൽ നിന്നും അവസാനം വിളിച്ച നമ്പർ എടുത്ത് പോലീസ് വിളിച്ചപ്പോഴാണ് ഇവർ അപകട വിവരം അറിഞ്ഞത്. ബേക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. മാഹി പൂഴിത്തലയിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്ക്. ഡ്രൈവർ അടക്കമുള്ളവർക്കാണ് പരുക്കേറ്റത്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. രാവിലെ 8:30-ഓടെയായിരുന്നു അപകടം. വിനോദയാത്രയ്ക്ക് പോകുന്ന 55ഓളം കുട്ടികളാണ് ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നത്. പരുക്കേറ്റവരെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം കാളികാവിൽ ഫുട്ബോൾ ഗാലറി തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മത്സരത്തിന്റെ സംഘാടകർക്കെതിരെയാണ് കേസ്. അനുവദനീയമായതിലും അധികം ആളുകൾ കയറിയതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ 250-ലധികം പേർക്കാണ് പരുക്കേറ്റത്. കാളികാവ് പൂങ്ങോട് LP സ്കൂൾ മൈതാനിയിൽ നടന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിനിടെയാണ് ഗാലറി തകർന്നു വീണത്. ഇന്നലെ രാത്രി 9:15-ഓടെയായിരുന്നു അപകടം. ഗ്രൗണ്ടിന്റെ കിഴക്കുഭാഗത്ത് കവുങ്ങും മുളകളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഗാലറിയാണ് തകർന്നത്. ഗാലറിയിൽ ആളുകൾ നിറഞ്ഞതോടെയായിരുന്നു അപകടം. അനുവദനീയമായതിലും ഇരട്ടിയിലുമധികം ആളുകൾ ഗാലറിയിൽ കയറിയതാണ് അപകട കാരണം. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് ഗാലറി കെട്ടിയുണ്ടാക്കിയ ഇടത്തിലെ മണ്ണ് കുതിർന്ന നിലയിലായിരുന്നു. ഇതും അപകടത്തിന് വഴിയൊരുക്കി. 100 ആൾ പോണ ബസ്സിൽ 150 ആളായ തന്നെ ഫുള്ളായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എന്താണെങ്കിലും അറിയാനല്ലേ പേവ് എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു പേവാണ്. കാരണം അത്രയും ചില കളി തുടങ്ങിയാൽ പോതേനി. പിന്നെ ജനങ്ങൾ ഗേറ്റ് അടച്ച് എന്തോ ചെയ്തതിനു ശേഷം പിന്നെ പുറത്തു കൂടെ കയറണം. 250-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 15ഓളം പേരുടെ എല്ലുകളൊടിഞ്ഞു. പരിക്കേറ്റവരെ വണ്ടൂർ, നിലമ്പൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭൂരിഭാഗം പേരെയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ന്യൂസ് 18 മലപ്പുറം. തൊടുപുഴയിൽ മകനടക്കം 4 പേരെ വീടിനുള്ളിൽ തീ കൊളുത്തിക്കൊന്ന പിതാവിനെതിരെ വെളിപ്പെടുത്തലുമായി മൂത്ത മകൻ ഷാജി. ഫൈസലിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് പിതാവ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഷാജി പറഞ്ഞു. പ്രതി ഹമീദ് റിമാൻഡിലാണ്. അനുജനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന പിതാവ് ഹമീദിന് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് മൂത്ത മകൻ ഷാജിയുടെ നിലപാട്. ഫൈസലിനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കൊലപാതകത്തിലേക്ക് പോകുമെന്ന് തോന്നില്ല. പല പ്രാവശ്യം പലയിടത്തും ഭീഷണികൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മേപ്പോട്ടൊക്കെ ആകാശം കീപ്പോട്ടൊക്കെ ഭൂമി എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ അവരെ തീർത്തു കളയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് ഹമീദ് ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തിറങ്ങരുതെന്നാണ് ആഗ്രഹം. ഹമീദ് പുറത്തിറങ്ങിയാൽ തന്നെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് പേടിയുണ്ടെന്നും ഷാജി പറഞ്ഞു. പുറത്തിറങ്ങാതിരിക്കാൻ നമുക്ക് പറ്റുന്നത് എന്തെല്ലാം പറ്റും നമ്മളതെല്ലാം ചെയ്യും. കാരണം ഞങ്ങൾക്ക് പേടിയാണ്. ഇനി ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ചെയ്തതുപോലെ ചെയ്യുമെന്നുള്ളതാണ് 100% ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചീനിക്കുഴിയിൽ ഇന്നലെ പുലർച്ചെയാണ് മകനെയും ഭാര്യയെയും 2 മക്കളെയും പെട്രോൾ ഒഴിച്ച് പിതാവ് തീവെച്ച് കൊന്നത്. സ്വത്ത് തർക്കമായിരുന്നു കാരണം. കുറ്റം സമ്മതിച്ച പ്രതി ഹമീദിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൊടുപുഴ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് പാർക്കിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് ഉടൻ അടച്ചുപൂട്ടണമെന്ന ആവശ്യം. നഗരസഭയുടെ അനുമതിയോടെയല്ല കള്ളുഷാപ്പിന്റെ പ്രവർത്തനമെന്നാണ് നാട്ടുകാരുടെ പരാതി. ചാവക്കാട് തഹസിൽദാരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ബ്ലാങ്ങാട് ബീച്ച് പാർക്ക് കോമ്പൗണ്ടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിന് അനുമതിയില്ലെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് പ്രതിഷേധവുമായി സംയുക്ത സമരസമിതി നേതാക്കൾ രംഗത്തെത്തിയത്. പുറമ്പോക്ക് ഭൂമിയിൽ കള്ളുഷാപ്പ് നടത്താൻ നഗരസഭാ സെക്രട്ടറി ഒത്താശ ചെയ്തെന്നും ആരോപണമുണ്ട്. ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം
അത് തികച്ചും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസോ നമ്പറോ ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ സമീപിക്കുകയും ഇത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നുള്ളതാണ്. കള്ളുഷാപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇതിനകം നിരവധി സമരങ്ങൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കഴിഞ്ഞു. അനധികൃതമായി നടത്തുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്നും ഇതിന് ഒത്താശ ചെയ്ത നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് നേതാക്കളുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കി പൊന്നാമല പുത്തനങ്ങാടി ഗ്രാമീണ പാത സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയില്ല. മൺപാതയുടെ ശോചനീയ അവസ്ഥ മൂലം വാഹനങ്ങൾ എത്താതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. 1 കിലോമീറ്ററിലധികം ദൂരം വരുന്ന പാത കാലങ്ങളായി മോശം അവസ്ഥയിലാണ്. 30-ലധികം കുടുംബങ്ങളാണ് ഈ പാതയെ ആശ്രയിക്കുന്നത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റിംഗ് നടത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 94 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു പൈസ ഈ റോഡിന് വന്നിട്ടില്ല. പഞ്ചായത്ത് ഏറ്റെടുത്ത റോഡ് കൂടെയാണ്. ഇതുപോയിട്ട് ഇവിടെ മഴക്കാലമായ ചെളി കാരണം നടക്കത്തില്ല, ഒരു വണ്ടി ഇറങ്ങി വരുമോ ഒന്നുമില്ല. വളരെ മോശമാണ്, ഭയങ്കര മോശം, വളരെ മോശമായ വഴിയാണ്. ഒരു ആശുപത്രി കേസ് ഉണ്ടായാലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഓട്ടം വിളിച്ചാൽ വാഹനങ്ങൾ ഇവിടേക്ക് വരാറില്ല. വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. മഴക്കാലത്ത് ചെളി നിറയുന്നതോടെ മൺപാതയിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമാകും. പാതയിൽ ഏറ്റവും ശോചനീയമായ ഭാഗങ്ങളിലെങ്കിലും കോൺക്രീറ്റിംഗ് നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം നെയ്യാർ ഡാം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാലങ്ങളായി. ഇതോടെ സഞ്ചാരികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്നാണ് ആവശ്യം. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ നെയ്യാർ ഡാം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയാണ് പൊട്ടിപ്പൊളിഞ്ഞ് സന്ദർശകർക്ക് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. പാറശാല, അരുവിക്കര, കാട്ടാക്കട നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കാട്ടാക്കട നെയ്യാർ ഡാം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് നേരെ മുഖം തിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ. പുതിയ ജനപ്രതിനിധികൾ വരുമ്പോൾ പരിഹാരം കാണുമെന്ന നാട്ടുകാരുടെ പ്രതീക്ഷകളും അവസാനിച്ച മട്ടാണ്. കാളിപ്പാറ കുടിവെള്ള പദ്ധതിക്കായി റോഡ് കുത്തിപ്പൊളിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും റോഡ് നവീകരണം കടന്നുപോകാത്ത കാട്ടാക്കട നെയ്യാർ ഡാം റോഡിലെ അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം തീരെ ചെറുതല്ല. 2 വീലറുകൾ എന്നും ഇവിടെ അപകടം നടക്കുകയാണ്. പട്ടകുളം പന്നിയോട് റോഡിന്റെ കള്ളിപ്പാറ കുഴിവിട്ടുള്ള വെള്ളവും ചെളിയും എല്ലാം ഇവിടെ വരുന്നു. വീർനാവ് ഹൈസ്കൂളിന്റെ കാമ്പൗണ്ടിലുള്ള ചെളിയും വെള്ളവും എല്ലാം ഇവിടെ തന്നെ വരുന്നത്. ഇവിടെ ഒരു ഓടയില്ല, റോഡ് വീതിയില്ല, മറ്റ് യാത്രാ സൗകര്യമില്ല. ഒരു മഴ ചെറുതായിട്ട് പെയ്താൽ മതി, ഇവിടെ എങ്ങും നിൽക്കാൻ നോക്കില്ല, അത്ര ചെളിയും വെള്ളവും. റോഡ് വീതി കൂട്ടി 4 വരിപ്പാതയാക്കുമെന്ന് പ്രഖ്യാപനവും സർവേയും പലവട്ടം കഴിഞ്ഞു. വേനൽക്കാലമാകുമ്പോൾ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി വിനോദസഞ്ചാരികളാണ് നെയ്യാർ ഡാമിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്നത്. റോഡിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയ അധികൃതർ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 കാട്ടാക്കട. കുരങ്ങ് ശല്യം മൂലം ദുരിതമനുഭവിക്കുകയാണ് കാസർഗോഡ് ഉദുമയിലെ 100 കണക്കിന് കർഷക കുടുംബങ്ങൾ. പരാതി നൽകിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഒന്നുമില്ലെന്നാണ് പരാതി. കുരങ്ങ് ശല്യത്താൽ വിളകൾ നഷ്ടപ്പെട്ട് നിസ്സഹായരും നിരാശരുമായി കഴിയുന്ന വലിയൊരു ജനവിഭാഗമാണ് കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്തിലുള്ളത്. പരാതി അറിയിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും 100-ലധികം വരുന്ന വാനര സംഘത്തെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറായില്ല. നാട്ടുകാർ കൂടൊരുക്കി കുരങ്ങിനെ പിടിച്ചാൽ അവയെ കാട്ടിൽ കൊണ്ടുവിടാമെന്നതാണ് വനം വകുപ്പിന്റെ നിലപാട്. പറമ്പുകൾ തോറും കുരങ്ങുകൾ പറിച്ചു നശിപ്പിച്ച 100 കണക്കിന് ഇളനീർ തൊണ്ടുകൾ കാണാം. എല്ലാവർക്കും സങ്കടകഥകൾ മാത്രമാണ് പറയാനുള്ളത്. പച്ചക്കറിയോ ഒന്നും പുറത്ത് വെക്കാൻ കഴിയില്ല, ഒരു സാധനം വെയിലത്തിട്ട് ഉണക്കാൻ കഴിയില്ല. പിന്നെ കരിക്ക് പിന്നെ ഒന്നുമില്ല. ഒരു തെങ്ങിൻ്റെത് തുടങ്ങിയാൽ അത് ചച്ചാലും വെടിവെച്ചാലും ബന്ധം കൊളുത്തി നോക്കി അമ്മ കുറേ അത് ഫുള്ള് തീരുന്നത് വരെ പറിച്ചിട്ട് മറ്റേനും കൊടുക്കും, അതും തിന്നും പോകും. 18,000 രൂപ ചിലവിൽ നാട്ടുകാർ നിർമ്മിച്ച കൂട്ടിൽ ഇതുവരെ അകപ്പെട്ടത് 8ഓളം കുരങ്ങുകൾ മാത്രം. കുരങ്ങുകളെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പിടികൂടാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ബാര, അമ്പാപുരം, പാറക്കടവ്, വടക്കംതൊട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മാസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പിയിൽ അലഞ്ഞുതിരിയുന്ന പോത്തുകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി പരാതി. കീഴായൂർ, നമ്പ്രം പ്രദേശത്തെ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷിയാണ് പോത്തുകൾ നശിപ്പിച്ചത്. ഭാരതപ്പുഴ മലിനമാക്കുന്നുവെന്നും പരാതിയുണ്ട്. പട്ടാമ്പി കീഴായൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷിയാണ് പോത്തുകൾ നശിപ്പിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് ആക്രമണം.
പ്രദേശത്തെ കർഷകരുടെ 9 ഏക്കറോളം പച്ചക്കറി കൃഷിയാണ് പോത്തുകളുടെ ആക്രമണത്തിൽ നശിച്ചത്. വിഷുവിന് വിളവെടുക്കാനുള്ള കൃഷിയാണ് നശിക്കുന്നത്. അറക്കാനായി കൊണ്ടുവന്ന പോത്തുകളെ ഉടമസ്ഥർ രാത്രികാലങ്ങളിൽ അഴിച്ചുവിടുന്നതാണ് കാരണമെന്ന് കർഷകർ പറയുന്നു. ഇതിൻ്റെ അധ്വാനം കാര്യമൊന്നും ഇവിടുത്തെ പോത്തേരിക്ക് അറിയില്ല. പോത്തിനെ ഭാരതപ്പുഴയിൽ പിടിച്ച് കിട്ടൂല. 350-400 രൂപയ്ക്ക് വിലയില്ലാതെ 5-6 പോത്തിനെ കൊണ്ടുവരാണ്ട് വിടുക. പിന്നെ ഈ വലിയ സീസണായ വന്ന് വിൽക്കുക. അങ്ങനെ സാമൂഹ്യ ദ്രോഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത വേനലിൽ വളരെ ബുദ്ധിമുട്ടിയാണ് പലരും കൃഷി ഇറക്കിയത്. 10,000 മുടക്കി നടത്തിയ കൃഷി പോത്തുകൾ നശിപ്പിച്ചു തുടങ്ങിയതോടെ കർഷകർ ദുരിതത്തിലായി. ഇത്രയും പണിയെടുത്തിട്ട് പൂവും കായായ പയറുകൾ മറ്റത് മറിച്ചത് എല്ലാ പച്ചക്കറി സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇതുവരെ ഒരു വെണ്ടക്ക പോലും ഇറക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഈ പോത്തുകളെ വിട്ടാക്കുക, പുഴയിലേക്ക് വിട്ടാക്കിയിട്ട്. പകൽ സമയങ്ങളിൽ ഭാരതപ്പുഴയാണ് പോത്തുകളുടെ വിഹാര കേന്ദ്രം. ആയിരക്കണക്കിന് പോത്തുകളാണ് ഭാരതപ്പുഴയിൽ മുങ്ങിക്കിടക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലെ വെള്ളം പോത്തുകൾ മലിനമാക്കുന്നതായും കർഷകർ പറയുന്നു. പുഴയിൽ ഇറക്കി വിട്ടാൽ ഈ പുഴയിൽ കിട്ടുന്ന വെള്ളം, കുടിവെള്ളം, ഈ കുടിവെള്ളം കിട്ടുന്നത് ഈ പുഴയിലുള്ള പോത്തുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ഉള്ള വെള്ളമാണ് ഇപ്പോൾ ഈ കുടിക്കാൻ കിട്ടുന്നത്. അതും കൂടി കണക്കിലെടുത്ത് മുനിസിപ്പാലിറ്റിയാണ് ആരൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ, വേണ്ടപ്പെട്ട എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി പോത്തുകളൊക്കെ ഇവിടുന്നൊക്കെ എത്രയും പെട്ടെന്ന് കരകയറ്റാൻ ഒരു സംവിധാനം ഉണ്ടാവണം. പോത്തുകളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൃഷിവകുപ്പിലും പോലീസിലും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരിഹാരം കണ്ടില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ കനത്ത നാശനഷ്ടം. കാരശ്ശേരിയിലെ കടകളിൽ വെള്ളം കയറി വൻ നാശമാണുണ്ടായത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി റോഡ് മണ്ണിട്ട് ഉയർത്തിയതുമൂലമാണ് വെള്ളം കയറിയതെന്നാണ് വ്യാപാരികളുടെ പരാതി. സംസ്ഥാന പാതയിൽ വെള്ളം കെട്ടിനിന്ന് ഏറെ നേരം ഗതാഗത കുരുക്കും ഉണ്ടായി. നിർമ്മാണത്തിലിരുന്ന ഡ്രെയിനേജിന്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു വീണു. ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് മാഹി പന്തക്കലിൽ ഒരു കൂട്ടം ചിത്രകാരികൾ ഒരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി. നിറക്കൂട്ട് 2022 എന്ന പേരിൽ 50 ചിത്രകാരികളുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനെത്തിയത്. ആശ്രയ വിമൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കലാഗേഹം ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം ഒരുക്കിയത്. മാർച്ച് 13 ആരംഭിച്ച പ്രദർശനം ഇന്ന് സമാപിക്കും. ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് ഒരുക്കിയ ചിത്രപ്രദർശനത്തിൽ ക്യാൻസറിനെ അതിജീവിച്ച ചിത്രകാരികളും പങ്കെടുത്തു. വനിതാ ശക്തിയുടെ ഒരു സന്ദേശം, അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുക എന്നൊരു ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചിത്രകാരി, അവർക്ക് ലങ് ക്യാൻസറാണ്, അവരുടെ ഒരു സഹായനിധി, അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായനിധി കൂടെ ഈ ഒരു ചിത്ര പ്രദർശനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നു. ഒരുപാട് നല്ല ഇൻറ്റൻഷൻസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് ആശ്രയ വിമൻസ് വെൽഫെയർ സൊസൈറ്റി. അപ്പോൾ അവരുടെ പുതിയൊരു ആർട്ട് വിങ് ആണ് കലാഗേഹം. അപ്പോൾ കലാഗേഹത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ 50ഓളം ചിത്രകാരികളുടെ ചിത്രപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയതുകൊണ്ട് നമ്മളിപ്പോൾ അസുഖത്തിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ പണ്ട് നമ്മളെ ചെറുപ്പകാലത്ത് ഉള്ള അതേ എനർജി എല്ലാം കിട്ടി. വാട്ടർ കളർ, അക്രിലിക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിലായി 150-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. പത്തനംതിട്ട ജില്ലാ പോലീസ് കാര്യാലയത്തിന്റെ മതിലിന് മുന്നിലെത്തിയാൽ അറിയാം പോലീസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയെന്ന്. മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണ് പോലീസിന്റെ സേവനങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് സേനയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളുമാണ് മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ ജില്ലാ പോലീസ് കാര്യാലയത്തിന് മുന്നിലെ മതിലിൽ ചിത്രങ്ങളായി വരച്ചത്. പത്തനംതിട്ടക്കാർക്ക് മറക്കാൻ കഴിയാത്ത 2018 പ്രളയകാലവും പോലീസ് സേന നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചിത്രങ്ങളിലൂടെ അവിസ്മരണീയമാക്കി. പോലീസിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ചിത്രങ്ങളിലൂടെ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുകർ മഹാജൻ പറഞ്ഞു. നമ്മുടെ കേരള പോലീസിൻ്റെ എന്താ പരിപാടിയാണ്, എന്താ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ എന്താ വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാവേലിക്കര ഫൈൻ ആർട്സിൻ്റെ കോളേജ് സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ച് ഗ്രാഫിറ്റി നമ്മളവിടെ വാളിൽ ചെയ്തിട്ടുണ്ട്. രാജാ രവിവർമ്മ കോളേജിലെ 20ഓളം വിദ്യാർത്ഥികളാണ് ചിത്രങ്ങൾ വരച്ചത്. പോലീസ് സഹായ സന്ദേശവും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പിങ്ക് പോലീസ് നൽകുന്ന സേവനങ്ങളും
സ്റ്റുഡൻസ് പോലീസ് നടത്തുന്ന സേവനങ്ങളുമെല്ലാം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പാതയോരത്ത് കൊടിതോരണങ്ങൾ കെട്ടാമെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണ. രാഷ്ട്രീയ പാർട്ടികൾക്കും സാമുദായിക സാംസ്കാരിക സംഘടനകൾക്കും ഇതിനായി അനുമതി നൽകണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. ഗതാഗത തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ കൊടിതോരണങ്ങൾ കെട്ടാൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെടുക. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി TG സജിത്ത് ചേരും. സജിത്ത്, എന്തൊക്കെയാണ് യോഗത്തിലെ തീരുമാനങ്ങൾ? പാർവതി, ഹൈക്കോടതിയുടെ ഇടക്കാല വിധികളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. ഈ സർവകക്ഷി യോഗത്തിൽ പൊതു അഭിപ്രായം ഉണ്ടായത് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് മതസംഘടനകൾക്കും മറ്റും അവരുടെ പാതയോരത്ത് കൊടിതോരണങ്ങൾ കെട്ടാമെന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധാരണയായിരിക്കുന്നു. ഇക്കാര്യത്തിൽ അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം സാമുദായിക സാംസ്കാരിക സംഘടനകൾക്കും ഇതിനായി അനുമതി നൽകണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത വിധത്തിൽ കൊടിതോരണങ്ങൾ കെട്ടാൻ അനുവദിക്കണമെന്നാകും ആവശ്യപ്പെടുക. ഇന്ന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കും. സർക്കാർ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. വിവരങ്ങൾ TG സജിത്ത് നൽകും. സജിത്ത്, തുടർന്നോളൂ. പാർവതി, ഹൈക്കോടതിയുടെ ഇടക്കാല വിധികളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. ഈ സർവകക്ഷി യോഗത്തിൽ ഈ പാതയോരത്തെ കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത് നിയന്ത്രിത ഇളവിൽ കെട്ടാൻ അനുവദിക്കണം എന്ന് ഹൈക്കോടതിയുടെ ശുപാർശ ചെയ്യാനാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. പൊതുവിൽ പാതയോരത്തിൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാവാത്ത തരത്തിൽ കൊടിതോരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒപ്പം മറ്റ് മതസംഘടനകൾക്കോ ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അനുമതി ഉണ്ടാവണം. ഒപ്പം തന്നെ റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ അവരുടെ അനുമതിയോടുകൂടി മതിലുകളിലും മറ്റും കൊടിതോരണങ്ങളും മറ്റും ഉപയോഗിക്കാനുള്ള സംവിധാനവും ഉണ്ടാകണം. ഇത്തരമൊരു പൊതു നിർദ്ദേശമാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഉയർന്നത്. മുഖ്യമന്ത്രി പൊതുവിൽ വെച്ച നിർദ്ദേശത്തോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിക്കുകയായിരുന്നു. എന്തായാലും സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും. ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് ജനറലെ ഇന്നത്തെ സർവകക്ഷി യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൊടിതോരണങ്ങൾ ഉപയോഗിക്കുന്നതിന് വലിയ വിലക്ക് ഏർപ്പെടുന്നത് സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിയത്. ശരി, വിവരങ്ങൾ നൽകിയത് TG സജിത്ത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.